ആ വചനം ഇങ്ങനെ നമ്മൾ വായിച്ചേ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഞാൻ പലപ്പോഴും യോഹന്നാനെ ചോദിച്ചോളൂ, യോഹന്നാനെ എന്തിനാ നീ വിവശനായി? നീ വിവശനായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവശതയ്ക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നത്. പത്രോസ് വിവശതയിലായി, യോഹന്നാൻ വിവശതയിലായി, പൗലോസ് വിവശതയുണ്ടായി, സ്തോത്രം, ഇങ്ങനെ അനേകം വിവശതയുണ്ടായി. ഇപ്പൊ ഞാൻ ചോദിച്ചു, യോഹന്നാനെ എന്തിനാ വിവശനായേ? ഇപ്പൊ യോഹന്നാനോട് പറയാ, വിവശനായില്ലായിരുന്നെങ്കിൽ എന്തോ ചെയ്തേ? ക്രൈസ്തലോ, വിവശതയിലായില്ലായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ? അത് യോഹന്നാൻ പറയാ, വിവശതയിലായില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ വെച്ച് ആദ്യം ഹാർട്ട് അറ്റാക്ക് വന്നവൻ ഞാനായിപ്പോയത്. കാരണം വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടുള്ളവര്, വെളിപ്പാട് എന്ന് പറയുന്ന ഒരു പുസ്തകം ബൈബിളിൽ ഉണ്ടെന്നറിയാവുന്ന എത്ര പേരുണ്ട്? ഓക്കെ, അത് ചോദിക്കായിരിക്കും നല്ലത് അല്ലേ? ഓക്കെ, നമ്മളെല്ലാം വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടുള്ളവരാണ്. ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ സത്യം ഞാൻ പറയാം, ഇപ്പോഴും വായിക്കുമ്പോൾ എനിക്ക് പേടി. അതിനകത്തുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കും, വായിച്ചിട്ടില്ലേ? 7 തലയും 10 കൊമ്പും 7 രാജമുടിയും തീ നിറമുള്ള ഒരു മഹാസർപ്പം എന്നൊക്കെ പറയുമ്പോഴേ നെഞ്ചിനകത്ത് പടപടപടപടാന്നിടിക്കുക. കാരണം ഇത് വായിക്കുമ്പം എന്റെ നെഞ്ചിടിക്കുകയാണെങ്കിൽ ഇത് കണ്ടവന്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കുക. ക്രൈസ്തലോ, അപ്പൊ യോഹന്നാൻ പറയണ, വിവശതയിലല്ല ഞാൻ പോയിരുന്നതെങ്കിൽ സ്വർഗത്തിൽ വെച്ച് ആദ്യം ഹാർട്ട് അറ്റാക്ക് വന്നവൻ ഞാനായി പോയേനെ. അതുകൊണ്ട് വിവശതയിൽ കൊണ്ടുപോയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് യോഹന്നാൻ പറഞ്ഞേ. അല്ലെങ്കിൽ യോഹന്നാൻ പറഞ്ഞേനെ, അല്ലെങ്കിൽ സ്തോത്രം. ഒരു കാരണമുണ്ട്. യോഹന്നാൻ പറയുക, ബാഹ്യമായ എന്റെ കണ്ണുകൾ ഞാൻ അടച്ചപ്പോൾ, പ്രതിസന്ധികൾക്ക് നേരെയുള്ള എന്റെ ബാഹ്യമായ അക്ഷരീകമായ കണ്ണ് ഞാൻ അടച്ചപ്പോൾ, എന്റെ ആന്തരികമായ കണ്ണ് ദൈവമൊന്ന് തുറന്നു. ദൈവം എന്റെ ആന്തരികമായ കണ്ണ് തുറന്നപ്പോൾ എന്റെ കാഴ്ചപ്പാടുകളൊന്ന് മാറി. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ചുറ്റുമുള്ള പ്രതിസന്ധികളെ നോക്കിയ ഇന്നും നമ്മുടെ നിൽപ്പ്. നമ്മളെപ്പോഴും പറയും, എന്റെ പാസ്റ്ററേ ഒന്നും പറയണ്ട, ഭയങ്കര പ്രതിസന്ധിയാ, ഭയങ്കര വിഷയമാ. യോഹന്നാൻ ഉണ്ടായിരുന്ന പറഞ്ഞാലെ, കുഞ്ഞെ നീ കണ്ണൊന്ന് അടച്ചു പിടിക്കാമോ ആ പ്രതിസന്ധി വരുമ്പോ? നീ അതൊന്ന് നോക്കാതിരിക്കാമോ ആ പ്രതിസന്ധി വരുമ്പോൾ? നീ അത് കണ്ടില്ലെന്നൊന്ന് നടിക്കാമോ പ്രതിസന്ധി വരുമ്പോൾ? അങ്ങനെ നീ ബാഹ്യമായ കണ്ണുകൾ അടച്ച് നിന്റെ ആന്തരികമായ കണ്ണ് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാൽ, സ്തോത്രം, നിന്റെ വെളിപ്പാടുകൾക്ക് തന്നെ ഒരു മാറ്റമുണ്ടാകും. സ്തോത്രം. യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. ഇനി സംഭവിക്കാൻ പോകുന്ന കേട്ടു. കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, കർത്താവിന്റെ ദിവസം. ഈ കർത്താവിന്റെ ദിവസം എന്ന് താൻ പറയാൻ കാരണം എന്തായിരിക്കാം? നമുക്കൊന്ന് നോക്കാം. അതിന്റെ താഴേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുവനെ അവൻ കാണുകയാണ്. കണ്ട ഉടനെ യോഹന്നാൻ ആളെ പിടികിട്ടി. അതാരാ? യേശുവാ. യോഹന്നാൻ ആദ്യം നോക്കിയത് ആര്? എങ്ങോട്ടാണെന്നറിയാമോ? കാലയിലോട്ട്. എന്തിനാ കാല നോക്കിയേ? കാരണം യോഹന്നാന്റെ മനസ്സിലുള്ള ഒരു രൂപമുണ്ട് യേശുവിന്റെ. ക്രൈസ്തലോ, യോഹന്നാന്റെ മനസ്സിൽ നിന്ന് ഇന്നും മായാത്ത വലിയ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു രൂപം യോഹന്നാന്റെ മനസ്സിലുണ്ട്. കാരണം 600 പടയാളികളാൽ 7ആയി പിരിച്ചുണ്ടാക്കിയ ചാട്ടവാറിന്റെ അറ്റത്ത് ചൂണ്ടക്കുളത്തുകളും ഈയക്കട്ടകളും കൂട്ടിക്കെട്ടി യേശുവിനെ ഒരടി അടിക്കുമ്പോൾ 7 ശരീരഭാഗങ്ങളിലേക്കാണ് ഈ ചൂണ്ടക്കുളത്ത് ആഴ്ന്നിറങ്ങുന്നത്. ആ ചൂണ്ടക്കുളത്തിനോട് ചേർത്ത് ഈയക്കട്ടകൾ കെട്ടി. എന്തിനാണെന്നറിയാമോ? ആ മാംസത്തിലേക്ക് ഈ ചൂണ്ടക്കുളത്ത് ആഴ്ന്ന് പതിയാൻ വേണ്ടി. ഇതെല്ലാം സൂക്ഷ്മമായി നേരിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അവന്റെ ശരീരം ഉഴവുചാൽ പോലെ വലിച്ചു കീറുന്നത് നേരിട്ട് കണ്ട മനുഷ്യനാണ് യോഹന്നാൻ. അവന്റെ തലയിൽ വെച്ച് ആഞ്ഞടിച്ച മുൾക്കിരീടത്തിന്റെ ഒരു മുള്ള് അവന്റെ വലത്തെ കണ്ണിലൂടെ ആഴ്ന്നിറങ്ങി കൃഷ്ണമണി പുറത്തേക്ക് തള്ളി നിന്നു എന്ന് യേശുവിന്റെ സമകാലികനായിരുന്ന ചരിത്രകാരനായ ജോസിഫസ് തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യരും വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിൽ യേശു കർത്താവ് വിരൂപനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ വിരൂപനായിരുന്നു. ഇതെല്ലാം നേരിട്ട് കണ്ടവനാ യോഹന്നാൻ. പച്ചമര കുരിശിൽ കയറ്റി കിടത്തിയിട്ട് കാലുകൾ ചേർത്ത് വെച്ച് കാരിരും പാണിയെടുത്ത് അവന്റെ കാൽപാദങ്ങളിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നെഞ്ചിടിപ്പോടെ ഇത് കണ്ടുകൊണ്ട് നിന്ന മനുഷ്യനായ യോഹന്നാൻ.
ഇപ്പോൾ തന്റെ മുൻപിൽ വന്നു നിൽക്കുന്ന യേശുവിനെ താൻ മനസ്സിലായപ്പോൾ, അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, അവൻ ആദ്യം നോക്കിയ കാലുകളിലേക്ക്. എന്തിനെന്നറിയാമോ? 2 കാലുകൾ ചേർത്ത് വെച്ച് അവന്റെ കാലിൽ കാലിരുമ്പാണി അടിച്ചു കയറ്റുന്ന ദൃശ്യം ഇപ്പോഴും യോഹന്നാന്റെ മനസ്സിലുണ്ട്. അവൻ ആ കാലുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ ഒരു ആണിപ്പഴുത് അവൻ കണ്ടില്ല. അന്ന് വരെ യോഹന്നാൻ ഉണ്ടായിരുന്ന യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കാലുകളിൽ ആണിപ്പഴുതുള്ളവനായിട്ടാ. ഇന്നും പലർക്കും യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആണിപ്പഴുതുകളുള്ളവനായിട്ടാ. എന്നാൽ ആണിപ്പഴുതിന്റെ വെളിപ്പാടൊന്ന് മാറാൻ പോവുക. എന്നിട്ട് അവൻ കണ്ടു, കാലുകൾ വെള്ളോടിന് സദൃശ്യമായിരുന്നു. എന്താ അർത്ഥം? ഇനി അതിനെ തകർക്കാൻ ഒരു റോമൻ ഗവൺമെന്റിന് കഴിയത്തില്ല. ഇനി ആ കാലുകൾ ചേർത്തൊന്ന് പിടിച്ചു വെക്കുവാൻ ഈ ലോകത്തിലൊരു സാമ്രാജ്യ ശക്തികൾക്കും കഴിയത്തില്ല. കാരണം അത് വെള്ളോടിന് സദൃശ്യമായിരുന്നു. അത് നോട്ടം മുകളിലേക്കായി. കാരണം ഓരോ രംഗങ്ങളും യോഹന്നാന്റെ മനസ്സിലുണ്ട്. അവസാനമായി കുന്തം കൊണ്ട് വിലാപ്പുറത്തൊരു പടയാളി വന്ന് കുത്തിയപ്പോൾ രക്തവും വെള്ളവും അവിടെ നിന്ന് ചീറ്റി പുറപ്പെട്ടു വന്ന് നേരിട്ട് കണ്ട യോഹന്നാൻ അവന്റെ മാർവിടത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ കാണുന്നത്, സ്തോത്രം, ഒരു വിലാപ്പുറത്ത് ആ കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ട ഒരു ദ്വാരമല്ല താൻ കണ്ടത്. മറിച്ച് എന്താ കണ്ടേ? അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. എന്തിനാ പൊൻകച്ച കെട്ടുന്നത്? യുദ്ധവീരനായി എന്റെ യേശു നിൽക്കുക. ഓ സ്തോത്രം! ആ ക്രൂശിൽ കിടന്ന് കേഴുന്ന, ക്രൂശിൽ കിടന്ന് കരയുന്ന, എനിക്ക് ദാഹിക്കുന്നു എന്ന് കരഞ്ഞു പറയുന്ന യേശുവിനെ യോഹന്നാൻ ഇവിടെ കാണുന്നില്ല. അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിൽക്കുകയാ. ഇന്ന് പകൽ നീ സേവിക്കുന്ന യേശു നിനക്ക് വേണ്ടി യുദ്ധസന്നദ്ധനായി അവൻ നിൽക്കുകയാ. അവൻ മാറത്ത് പൊൻകച്ച കെട്ടി നിൽക്കുകയാ. അവൻ യുദ്ധവീരനായി നിൽക്കുകയാ. ആർക്കു വേണ്ടി? സഭയ്ക്ക് വേണ്ടി. സഭയ്ക്ക് വേണ്ടി. മറക്കരുതേ, സഭയ്ക്ക് വേണ്ടി അവൻ യുദ്ധത്തിന് തയ്യാറാ. ഹല്ലേലൂയ! അവന്റെ നടപ്പെതിരെ എന്നറിയാമോ? സഭയുടെ നടുവിലൂടെയാ. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ സഭയ്ക്കുള്ളിൽ ഞാൻ തിരിച്ചറിയുകയാ. അവൻ ലോകത്തിലേക്ക് ഇറങ്ങി നടന്നല്ല, അവൻ സഭയിലൂടെ നടന്നു. 7 സഭയിലൂടെ അവൻ നടന്നു. അവൻ സഭയിലൂടെ നടന്നു. ഇന്ന് പകലും അവന്റെ സാന്നിധ്യം ഈ സഭയ്ക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുകയാ. അത് തിരിച്ചറിയുന്നവർ കരങ്ങൾ ശക്തിയോടെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്റെ വെളിപ്പാടുകളൊന്ന് മാറുകയാ. എന്റെ കാഴ്ചപ്പാടുകളൊന്ന് മാറുകയാ. തകർക്കപ്പെട്ട യേശുവിനെ മാത്രമല്ല നിനക്കറിയേണ്ടത്. തകർക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ നിനക്ക് വേണ്ടി യുദ്ധവീരനായി നിൽക്കുന്ന, നിനക്ക് വേണ്ടി നിന്നെ സഹായിപ്പാൻ നിൽക്കുന്ന ആ യേശുവിനെ ഇന്ന് പകൽ നീ ഒന്ന് കാണുക. ആ വെളിപ്പാടുകളുടെ മണ്ഡലം തുറക്കപ്പെടട്ടെ. വെളിപ്പാടുകളുടെ മണ്ഡലം തുറക്കപ്പെടട്ടെ. കാഴ്ചപ്പാടുകളുടെ മണ്ഡലം തുറക്കപ്പെടട്ടെ. ഇന്നലെ വരെ നിന്നെ ഭയപ്പെടുത്തിയ കാഴ്ചകളിൽ നിന്ന് ശ്രേഷ്ഠമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് മുതൽ കർത്താവ് നിന്നെ കൊണ്ടുപോകുകയാ. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നൽകുന്ന ആലോചന ഇതാണ്. സ്തോത്രം! തന്റെ മുൻപിൽ കാണുന്ന കാഴ്ചകൾ മുഴുവൻ ഭയപ്പെടുത്തുന്നതായി. സ്തോത്രം! ഇന്ന് പകലും ഇതിന് നടുവിൽ ചില വ്യക്തികൾ ഇരിപ്പുണ്ട്. എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായി തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഭാവി എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഇന്ന് എന്ന ദിവസത്തിൽ 2011 അവസാന ഞായറാഴ്ച നിന്റെ കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റം എന്റെ കർത്താവ് നൽകുവാൻ പോവുകയാണ്. പുതിയ വർഷത്തിൽ പുതിയൊരു കാഴ്ചപ്പാടോടെ, പുതിയൊരു ദർശനത്തോടെ സഭയെ ദൈവം നയിക്കാൻ പോവുകയാണ്. ഇന്നലെ നിന്നെ ഭയപ്പെടുത്തിയ കാഴ്ചകൾ ഇന്ന് പകൽ നിന്നെ വിട്ട് മാറുകയാണ്. പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോവുകയാണ്. കാരണം ഇത് കർത്താവിന്റെ ദിവസമാണ്.
ഇത് കർത്തൃ ദിവസമാണ്. പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ധൈര്യത്തോടെ വിളിച്ചു പറ, ഇത് കർത്താവിന്റെ ദിവസമാണ്, ഇത് കർത്താവിന്റെ ദിവസമാണ്. ഞാൻ പറയാം, ഇന്ന് വരെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നിട്ട് ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇത് കർത്താവിന്റെ ദിവസമാണെന്ന് ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ, അവരുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഓ സ്തോത്രം, ഇത് പലിശക്കാരന്റെ ദിവസമാണെന്ന് പറയുന്നവനല്ല. ഓ സ്തോത്രം, ഇത് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാരന്റെ ദിവസമാണെന്ന് പറയുന്നവനല്ല. ഇത് കർത്താവിന്റെ ദിവസമെന്ന് പറയുന്നവന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് പകല ദൂത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയോ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം. യോഹന്നാന്റെ കാഴ്ച മുകളിലേക്കായി. അവസാനം നോക്കുക, ആ തലയിൽ വലിയൊരു മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ച് രക്തവും വിയർപ്പും റോമൻ പടയാളികളുടെ തുപ്പലും കൊണ്ട് നിറയപ്പെട്ട ആ മുഖത്തേക്ക് അവൻ നോക്കി, ആ തലയിലേക്ക് അവൻ നോക്കി. രക്തത്താൽ ഹല്ലേലൂയ നിറയപ്പെട്ട, രക്തച്ചാലുകൾ ഒഴുകപ്പെട്ട ആ മുഖത്ത് ഇപ്പോൾ രക്തമല്ലവൻ കണ്ടത്, തലയിൽ രക്തമല്ലവൻ കണ്ടത്, മുൾക്കിരീടമല്ലവൻ കണ്ടത്. അവൻ കണ്ടത് തലയും തലമുടിയും വെളുത്ത ഹിമത്തിനൊത്തവണ്ണമായിരുന്നു. അവന്റെ മുഖം പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോ ഒരു ഫോറിൻ ലേഡി എഴുതിയൊരു പുസ്തകമാണ്. അവളുടെ അനുഭവ സാക്ഷ്യമാണ് അവൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം കർത്താവിനോട് വീണ്ടും തോന്നി. അതിന്റെ കാരണമുണ്ട്. സ്തോത്രം, നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര നീന്തൽ വിദഗ്ധയായ ഒരു പെൺകുട്ടിയായിരുന്നു. സ്തോത്രം, അവളുടെ സ്കൂൾ ജീവിതത്തിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ അവൾ ഹല്ലേലൂയ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ കടന്നുപോയി. അവൾ ആ സ്തോത്രം നീന്തൽ കുളത്തിലേക്ക് എടുത്ത് ചാടിയ ആ സമയത്ത് ഇവളുടെ കാലൊന്ന് തെറ്റിപ്പോയി. കാല് തെറ്റിപ്പോയിട്ട് സ്തോത്രം സിമന്റ് തറയിൽ വന്ന് ഇവളുടെ നടുവടിച്ചു. സ്തോത്രം, അവൾ തളർന്നുപോയി. കഴുത്തിന് താഴേക്ക് പൂർണ്ണമായും ഇവൾ തളർത്തപ്പെട്ടവളായി ഇവൾ കിടക്കുകയാണ്. അവളുടെ ചെറുപ്രായത്തിൽ തന്നെ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവൾ സ്വപ്നം കണ്ടു. അവളുടെ മാതാപിതാക്കൾ സ്വപ്നം കണ്ടു. അവളുടെ എല്ലാ സ്വപ്നം അവളെ തളർന്നുപോയി. ശരീരം മുഴുവൻ തളർന്നവളായി അവൾ കിടക്കുന്ന സമയത്ത് സ്തോത്രം അനേക പുസ്തകങ്ങൾ അവൾ വായിച്ചു. സ്തോത്രം, വായിച്ചു പുസ്തകങ്ങൾ വായിച്ചു വന്ന് അവസാനമായി അവൾ വായിക്കുന്നത് ബൈബിളാണ്. ബൈബിൾ വായിച്ച് സുവിശേഷങ്ങൾ വായിച്ചു. അവൾ യേശുവിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ മുസ്ലിം സഹോദരിയായിരുന്നു. അവൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവിനോടൊത്ത് ജീവിക്കുവാൻ അവൾ ജീവിതം ആരംഭിച്ചു. സ്തോത്രം, ആ തലയ്ക്ക് താഴേക്ക് മുഴുവൻ തളർന്നു കിടക്കുകയാണ്. അവളുടെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയാണ് ഇവൾക്ക് വേണ്ടി പുസ്തകങ്ങൾ തുറന്നു വെച്ചു കൊടുക്കുന്നതും പേജുകൾ മറിച്ചു കൊടുക്കുന്നതെല്ലാം ഇവളുടെ സഹോദരിയാണ്. ഇവളുടെ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷ ചെയ്യുന്ന ആ സഹോദരിയാണ്. ഇവൾക്ക് നനങ്ങുവാൻ കഴിയത്തില്ല, കൈ ചലിപ്പിക്കുവാൻ കഴിയത്തില്ല. കിടപ്പ് തന്നെ അനേക വർഷങ്ങളായി അവൾ ആ കിടപ്പ് തന്നെ കിടക്കുകയാണ്. ഒരു രാത്രിയിൽ ഇവളുടെ സഹോദരി ഇവൾക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുത്തിട്ട് അടുത്ത മുറിയിലേക്ക് അവൾ ഉറങ്ങുവാനായി കടന്നുപോയി. ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ യേശുവിനോട് പറയുക, യേശുവേ, എന്റെ അവസ്ഥ നീ കണ്ടോ? എന്റെ കൈയൊന്ന് ചലിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്റെ കൈയൊന്ന് ചലിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആ മേശപ്പുറത്തിരിക്കുന്ന മുഴുവൻ ഗുളികയും ഇന്ന് രാത്രി എടുത്ത് കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്തേനെ. കാരണം എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? ഞാനൊരു ജീവിതം, ഇങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല. അവൾ സ്തോത്രം പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, എന്തിനേറെ പറയുന്നു, എനിക്കൊന്ന് കരയാൻ പോലും കഴിയത്തില്ല. എന്റെ കൈകൾ ചലിപ്പിക്കാൻ കഴിയത്തില്ല. എന്തിനേറെ എനിക്കൊന്ന് കരയാൻ പറ്റത്തില്ല. കരഞ്ഞാൽ എന്റെ മൂക്കടയ്ക്കും, കണ്ണുനീര് വരും. മൂക്കടച്ചാൽ മൂക്കൊന്ന് ചീറ്റാൻ വേറൊരാളുടെ സഹായം വേണം. എനിക്ക് തന്നെ അത് ചെയ്യാൻ കഴിയത്തില്ല. ഇങ്ങനെ അവളുടെ വേദനകളെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ സംസാരത്തിനിടയിൽ അവൾ ഇങ്ങനെ പറഞ്ഞു, ഓ, ഇതുവല്ലോ പറഞ്ഞ നിനക്ക് മനസ്സിലാവൂ? എന്റെ ഈ വേദനയൊക്കെ പറഞ്ഞ നിനക്കിതുവല്ലോ മനസ്സിലാവുമോ? പെട്ടെന്ന് അവളൊരു ശബ്ദം കേട്ടു, കുഞ്ഞെ, എനിക്ക് മനസ്സിലാവും. ഇവൾ നോക്കുമ്പോൾ ദൈവശബ്ദമായി ഇവൾ കേൾക്കുന്നത്. ഇവൾ തിരിച്ചു ചോദിച്ചു, കർത്താവേ, എങ്ങനെ നിനക്ക് മനസ്സിലാകും? നീ തളർന്നു കിടന്ന് അനേകരെ സൗഖ്യമാക്കിയതായി ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ നീ എന്നാ തളർന്നു കിടന്നിട്ടുള്ളത്? നീ തളർന്നു കിടന്ന ഒരു സംഭവം ഇന്നുവരെ ഞാൻ ബൈബിളിൽ വായിച്ചിട്ടില്ല. സ്തോത്രം, എങ്ങനെയാണ് പിന്നെ നിനക്കിത് മനസ്സിലാകുന്നത്? ആ ശബ്ദം വീണ്ടും ഇങ്ങനെ കേട്ടു, ഞാൻ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് കാൽവരി ക്രൂശിൽ ഞാൻ കിടന്നപ്പോൾ എന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടു. എന്റെ തലയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തത്തുള്ളിയും എന്റെ മുഖത്തെ വിയർപ്പും റോമൻ പടയാളികളുടെ
തുപ്പലും കൊണ്ട് എന്റെ മുഖം നിറയപ്പെട്ടപ്പോൾ ഞാനും ഒന്ന് ആഗ്രഹിച്ചു എന്റെ മുഖം ഒന്ന് തൂക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഞാനും ആഗ്രഹിച്ചു ഈ വിയർപ്പ് തുള്ളികളൊന്ന് തൂത്തുകളയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഞാനും ആഗ്രഹിച്ചു ആ രക്തത്തുള്ളിയും ആ സ്തോത്ര തുപ്പലും ഒന്ന് തൂത്തുകളയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചു. കുഞ്ഞെ, ഞാൻ അറിയാത്തതൊന്നും നിനക്കിന്ന് വരെ ഉണ്ടായിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതൊന്നും നിനക്കിന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് പകൽ കുഞ്ഞെ, നീ ഒന്ന് മനസ്സിലാക്കുക. ഇന്ന് നീ അനുഭവിക്കുന്ന സകല വേദനകളും സകല പ്രതിസന്ധികളും എന്റെ യേശുവിനെ നന്നായി അറിയാം. എബ്രായലേഖനം 2:18 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. എബ്രായലേഖനം 1-18 ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ വചനം എന്താ പറയുന്നേ? അവൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല കഷ്ടതകളും ആർക്കറിയാം? യേശുവിനറിയാം. നമ്മൾ പറയാം, യേശുവേ എല്ലാവരും എനിക്കെതിരായിട്ട് നിൽക്കുക. യേശു, എനിക്കറിയാം. കർത്താവെ, ഞാൻ സ്നേഹിച്ചവരെല്ലാം ഇപ്പൊ എനിക്കെതിരാ. യേശു, അത് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മൾ കർത്താവെ, പൈസ ഇല്ല, കാശ് വേണം, ഒത്തിരി ആവശ്യങ്ങളുണ്ട്.